വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IEFTയിലെ മൊഡ്യൂൾ 1ലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് ഈ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ പാർട്ട്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് പ്രൈസ് ചേഞ്ചസ് ഹൗ മച്ച് ഡസ് ഡിമാൻഡ് ചേഞ്ച് എന്നുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Price elasticity of demand is equal to percentage change in quantity demanded divided by percentage change in price എന്നുള്ളതാണ്. ഇതിലൊരു പ്രോബ്ലം പാർട്ടും കൂടെ വരുന്നുണ്ട്. എ കമ്പനി പ്രൊഡ്യൂസിങ് സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് സെല്ലിങ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഫോർ ₹22. ഒരു കമ്പനി സോഫ്റ്റ് ഡ്രിങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യുന്നത് ₹22. അപ്പോൾ സെല്ലായ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ സെല്ലായത് ദെൻ ഇൻക്രീസസ് ദ പ്രൈസ് ടു ₹24. പിന്നെ അവർ ആ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പ്രൈസ് 24 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും അവിടെ സെയിൽസിൽ ഫോൾ ഉണ്ടായി. അതായത് 1000 യൂണിറ്റ്സ് ആയിരുന്നത് 900 യൂണിറ്റ്സ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്. അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ് ഈസ് ദ ഡിമാൻഡ് ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക്. ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ അവിടെ വരുന്ന ഡിമാൻഡ്. ഇനി ഇലാസ്റ്റിക് ആണെങ്കിൽ അതെന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ അതെന്തുകൊണ്ട്. ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഒരുമിച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗിവൺ ഡേറ്റ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം എഴുതാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ആദ്യം അവർ ആ സോഫ്റ്റ് ഡ്രിങ്ക് വിറ്റുകൊണ്ടിരുന്നത് എത്ര രൂപയ്ക്കാണ്? 22 റുപ്പീസിനാണ്. അപ്പോൾ ഇനിഷ്യൽ പ്രൈസ് P1 എന്ന് പറയുന്നത് 22 ആണ്. ന്യൂ പ്രൈസ് എന്താണ്? ഇൻക്രീസ് ചെയ്ത പ്രൈസാണ് 24 എന്ന് പറയുന്നത്. ഇനിഷ്യലി ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 1000 ആയിരുന്നു. ന്യൂ ക്വാണ്ടിറ്റി Q2 എന്ന് പറയുന്നത് എത്രയാണ്? 900 ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, അതായത് ഡെൽറ്റ Q കണ്ടുപിടിക്കാം. ഡെൽറ്റ Q എന്ന് പറയുന്നത് Q2 മൈനസ് Q1 എന്നുള്ളതാണ്. നമ്മുടെ Q2 എത്രയായിരുന്നു? 900 ആയിരുന്നു. Q1 എന്ന് പറയുന്നത് 1000 ആണ്. 900 മൈനസ് 1000 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് -100 എന്ന് കിട്ടും. ഇനി നമുക്ക് ചേഞ്ച് ഇൻ പ്രൈസ് കണ്ടുപിടിക്കാം. ഡെൽറ്റ P ഈസ് ഈക്വൽ ടു P2 മൈനസ് P1 എന്നാണ്. P2 എന്ന് പറയുന്നത് നമ്മുടെ 24ഉം P1 എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ 24 മൈനസ് 22 എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് കിട്ടും. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു P1 ഡിവൈഡഡ് ബൈ Q1 എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ Q എത്രയായിരുന്നു? -100. അതേപോലെ തന്നെ ഡെൽറ്റ P എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എന്ത് വരും? -100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 1000 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ ആൻസർ -1.1 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി എന്താണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്? അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 1.1 ആണ്. ഇവിടെ നമുക്ക് -1.1 ആയിരുന്നു കിട്ടിയിരുന്നത്. കാരണം പ്രൈസും ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണത്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. നമ്മളവിടെ നെഗറ്റീവ് സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് പാർട്ടാണ് ഇത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്നുള്ളത്. അതായത് PED ഗ്രേറ്റർ ദാൻ 1 വന്നതുകൊണ്ട് തന്നെ അത് ഇലാസ്റ്റിക് ആണ്. ഇനി PED ലെസ് ദാൻ 1 ആയിരുന്നെങ്കിലോ അത് ഇൻഇലാസ്റ്റിക് ആയേനെ. PED ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്. ഈ കേസിൽ നമ്മുടെ PED ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി മോർ ചേഞ്ച് കമ്പയർഡ് ടു പ്രൈസ് ചേഞ്ച് എന്നുള്ളത് കൊണ്ടാണ് അവിടുത്തെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിട്ട് മാറുന്നത്.